بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.
وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത, ശരി ഏതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് വന്നുപെട്ടിരിക്കുന്നത്. വളരെ ഗൗരവപൂർവം നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട വിശുദ്ധ ഖുർആനിലെ 3 വചനങ്ങൾ സൂറത്തുൽ മാഇദ, അതായത് 5-ാമത്തെ അധ്യായത്തിലെ 100, 104, 105 ഏകദേശം തുടർച്ചയായി വരുന്ന 3 വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും അതീവ ജാഗ്രതയും നാം പുലർത്തേണ്ടതുണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മഹത്തായ 3 ദിവ്യ സൂക്തങ്ങളാണ് അവ 3. തിന്മ വർദ്ധിച്ചു വരുമ്പോൾ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളോട് ബന്ധപ്പെടുന്ന ആളുകൾ എല്ലാവരും മഹാഭൂരിപക്ഷവും തിന്മയുടെ വക്താക്കളാകുമ്പോൾ സ്വാഭാവികമായും ആ തിന്മയല്ലയോ എന്ന ഒരു സംശയം ഉണ്ടാവുക സാധാരണമാണ്. നമുക്കിടയിൽ ഉയർന്നു വരാറുള്ള ചില ചോദ്യങ്ങൾ ആവർത്തനമായി നാം പലപ്പോഴും കേട്ടതാണ്. ആരാണിപ്പോൾ അത് ചെയ്യാത്തവരിവിടെയുള്ളത്? ആരാണ് അതിൽ ഭാഗവാക്കാകാത്തത്? ആരാണത് ആഘോഷിക്കാത്തതിൽ പങ്കെടുക്കാത്തത്? അതേപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇന്ന ആളുകളൊക്കെ അതിലുണ്ടല്ലോ, ഇന്നവരൊക്കെ അത് തെറ്റാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടോ? അത് ശരിയല്ലെങ്കിൽ അവരെങ്ങനെയാണ് അതിലുണ്ടാകുന്നത്? അവരെങ്ങനെയാണ് അതിനോട് സഹകരിക്കുന്നത്? അവരെ എങ്ങനെയാണ് നമ്മൾ ആ കൂട്ടത്തിൽ കാണുന്നത്? സഹോദരങ്ങളെ, ഈ ചോദ്യം അപകടകരമായ ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തിന്മ ഏതാണ്? സംശയമില്ലാതെ ഏതൊരു വിശ്വാസിയും പറയും ഷിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാപം ഷിർക്ക് തന്നെയാണ്. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഇഫ്തറ ഇസ്മൻ മുബീന, വ്യക്തമായ തെറ്റ്, വ്യക്തമായ കളവ് അല്ലാഹുവിന്റെ പേരിൽ അവൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഹബിത അമലു, അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിഷ്ഫലമായി. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗമില്ല. എന്നാൽ ഒന്ന് പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ, വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ജനസമൂഹങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ ശിർക്കിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു ബന്ധം ചൂണ്ടിക്കാണിക്കുവാൻ സാധ്യമല്ലാത്ത ശക്തികളെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ചിത്രത്തിന് മുമ്പിലോ ഒരു ഖബറിന് മുമ്പിലോ ഒരു പുണ്യാത്മാവ് ധരിച്ച വസ്ത്രത്തിന് പിന്നിലോ എവിടെയെങ്കിലും നിന്ന് അല്ലാഹുവല്ലാത്ത ഒരാളോട് പ്രണാമമർപ്പിക്കുന്നവൻ, അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷയും അതേപോലെ തന്നെ ബർക്കത്തും പ്രതീക്ഷിക്കുന്നവൻ, അവന് വേണ്ടി ആ ശക്തിക്ക് വേണ്ടി നേർച്ചയർപ്പിക്കുന്നവൻ, ആ ശക്തിയോട് പ്രാർത്ഥിക്കുന്നവൻ, അങ്ങനത്തെ ഒരു വ്യക്തിയോട് ന്യായമായി നമുക്ക് ചോദിക്കാം, അല്ല, നിങ്ങളും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിലെ ഏതു കാര്യങ്ങളുമായി ഇയാൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു? നിങ്ങളുടെ സൃഷ്ടിപ്പിൽ പങ്കുണ്ടോ? നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകിയതിൽ പങ്കുണ്ടോ? നിങ്ങൾക്ക് നൽകുന്ന ഈ മഴയിൽ പങ്കുണ്ടോ? ഏതെങ്കിലും നന്മയിൽ പങ്കുണ്ടോ? ഒരു നന്മയിലും പങ്കില്ല, ഒരനുഗ്രഹത്തിലും പങ്കില്ല. എന്നാലും സഹോദരങ്ങളെ, ബുദ്ധിശൂന്യമായ ഒരു ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഏറ്റവും മ്ലേച്ഛമായ ഈ തിന്മയുടെ പ്രതീകങ്ങളല്ലയോ വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും? ഖുർആൻ പറയുന്നത് എത്ര വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരു മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇത്തരം തിന്മകളെ പ്രതിനിധീകരിക്കുമ്പോൾ
യഥാർത്ഥത്തിൽ അത് നന്മയാകുമോ? ഇല്ല. ഉൽ നബിയെ പറഞ്ഞു കൊടുക്കൂല യസ്തവിൽ ഖബീസ് വത്വയ്യിബ്, നന്മയും തിന്മയും സമമാകുന്ന പ്രശ്നമില്ല. വലൗ അഅജബക കത്റത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാൽ. തിന്മ ചെയ്യുന്നവർ എത്ര ഭൂരിപക്ഷമുണ്ടെങ്കിലും ഒരു നാട്ടിൽ ഒരു വ്യക്തിയല്ലാത്ത ബാക്കിയുള്ളവരെല്ലാം തിന്മയുടെ വക്താക്കളാണെങ്കിലും തിന്മയെ പിന്തുണക്കുന്നവരുടെ എണ്ണം നിന്നെ അത്ഭുതപ്പെടുത്തിയാൽ പോലും തിന്മയൊരിക്കലും നന്മയാകയില്ല. നന്മയും തിന്മയും സമമാകുന്ന പ്രശ്നമില്ല. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ നോക്കേണ്ട തെളിവ് ഭൂരിപക്ഷത്തെയല്ല. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ ചിന്തിക്കാൻ? നിങ്ങളുടെ അപകടങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥകളെയും വിവേചിച്ചറിയാൻ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ദുരന്തങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കുവാനുള്ള ബുദ്ധി നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ, തിന്മയുടെ ആധിക്യം എത്ര ശക്തി പ്രാപിച്ചാലും നിങ്ങൾ ഒരിക്കലും തിന്മയെ നന്മയായി കാണരുത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നവരായേക്കാമെന്നാണ്. സഹോദരങ്ങളെ, തിന്മയുടെ ആധിക്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഏതൊരു തിന്മക്കാണ് ഇന്ന് വക്താക്കളില്ലാത്തത്? ശിർക്കൊരു ഭാഗത്ത് നോക്കൂ. നിങ്ങൾ ഇന്നത്തെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ കൊണ്ട് നടക്കുന്ന, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആഘോഷ പരിപാടികൾ, റസൂലുള്ളാഹിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അൽ ജമാഅത്ത് സ്വഹാബത്താണ്. സ്വഹാബത്ത് ആചരിക്കാത്ത, സ്വഹാബത്ത് കാണാത്ത, സ്വഹാബത്ത് സഞ്ചരിക്കാത്ത ഒരു വഴി ഇസ്ലാമിന്റെ വഴിയല്ലെന്ന കാര്യം ഉറപ്പാണ്. നമ്മുടെ ഇസ്ലാമിലില്ല എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന ആവശ്യമില്ല. പക്ഷെ സഹോദരങ്ങളെ, ജാഥകളും കോലാഹലങ്ങളും അനേകം പള്ളികളിൽ തോരണങ്ങളും കാണുമ്പോൾ ഇത്രയും ആൾക്കാർ ഇത് വെറുതെ ചെയ്യൂ? ഇത്ര ആളുകൾ ഇത്രയും ഒരു കാര്യം തെറ്റാണെങ്കിൽ ചെയ്യോ? അവർ പണം ചെലവാക്കുന്നില്ലേ? സമയം ചെലവാക്കുന്നില്ലേ? അതിന്റെ മുന്നിൽ പണ്ഡിതന്മാർ നിൽക്കുന്നില്ലേ? ജനങ്ങളിൽ ഏറ്റവും ആദരവുള്ള ആളുകൾ അതിനെ അംഗീകരിച്ച് പ്രഭാഷണങ്ങൾ നടത്തുന്നില്ലേ ചോദിച്ചാൽ, വലൗ അഅജബക, നിന്നെ അത്ഭുതപ്പെടുത്തിയാലും, വലൗ അഅജബക, നിന്നെ അത്ഭുതപ്പെടുത്തിയാലും, കസ്റത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം അത്ഭുതപ്പെടുത്തിയാലും നന്മയും തിന്മയും സമമാകുന്ന പ്രശ്നമില്ല എന്നാണ്. സഹോദരങ്ങളെ, ഗൗരവപൂർവ്വം നമ്മൾ തിരിച്ചറിയണം. പത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രങ്ങൾ യഥാർത്ഥത്തിൽ ഏതൊരു തിന്മയുടെയും ആധിക്യത്തെയാണ് നമ്മെ ബോധ്യപ്പെടുന്നത്. നിരന്തരമായി പത്രം വായിക്കുന്നവൻ ആരാണ് തിന്മ ചെയ്യാത്തവർ? ആരാണ് മോഷ്ടിക്കാത്തവർ? ആരാണ് പിടിച്ചു പറിക്കാത്തവർ? ആരാണ് പലിശ വാങ്ങാത്തവർ? നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ആധിക്യം സഹോദരങ്ങളെ നമ്മളെ കൂടെ തിന്മയിലേക്ക് എത്തിക്കാൻ ഏറ്റവും അതിന് പ്രചോദനമായി കൂടാ. ഇനി നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ ഇത്തരം തിന്മകളെ നന്മകളാക്കി ചിത്രീകരിക്കുകയും ബഹുഭൂരിപക്ഷത്തെ അതിൻ്റെ അനുകൂലികളാക്കി മാറ്റുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തൊരു തെളിവാണുള്ളത് സഹോദരങ്ങളെ? തെളിവില്ല. ഭൂരിപക്ഷത്തിന്റെ പിന്തുണയുണ്ടെന്നല്ലാതെ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു തെളിവുണ്ടോ? അതാണ് 104-ാമത്തെ ആയത്ത്. വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, നിങ്ങൾ അസത്യത്തിലാണ് സഹോദരങ്ങളെ. നിങ്ങളെ നയിക്കാൻ പണ്ഡിതന്മാരുണ്ടായിരുന്നാലും മഹാഭൂരിപക്ഷം നിങ്ങൾക്ക് പിന്തുണയായിരുന്നാലും നിങ്ങൾ വരൂ, ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അല്ലാഹുവും റസൂലും ഇറക്കിയതിലേക്ക് നിങ്ങൾ വരൂ എന്നവരോട് പറഞ്ഞാൽ, ഇതാ അള്ളാഹുവിന്റെ വചനങ്ങളുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അതിന് ശക്തമായ ശിക്ഷയുണ്ട്, പരലോകത്ത് കഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർക്ക് എന്താ തെളിവ് പറയാനുള്ളത്? ഹദീസ് ഇല്ല എന്നാണോ? ആയത്തില്ല എന്നാണോ? അവർ പറയും, ഖാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾക്ക് മതി, ഞങ്ങളുടെ വാപ്പകാരണവന്മാർ ചെയ്തത് മതി. സഹോദരങ്ങളെ, ആയത്തോതിയാൽ ഹദീസ് ഓതിയാൽ എന്താണ് തിരിച്ചു ചോദിക്കുന്നത് മഹാഭൂരിപക്ഷം? അല്ല, അപ്പൊ ഞങ്ങളെ വാപ്പാരോ? അവർ നരകത്തിലാ? അവിടെ ഖബറിൽ ഇപ്പോൾ തീരാണോ? നിങ്ങൾ തുറന്നു പറയൂ, അവർ നരകത്തിലാണോ? ഇതാണോ സഹോദരങ്ങളെ ചോദ്യം? ഒരു തിന്മയും നന്മയും തിരിച്ചറിയാൻ ഇതൊരു മാനദണ്ഡമാണോ? നമ്മുടെ പൂർവികന്മാരെ അന്ധമായി അനുകരിച്ചാൽ ഞാൻ നന്മയിലും ആകുമെന്ന് സുഹൃത്തുക്കളെ ബുദ്ധിയുള്ള ആർക്കാണ് പറയാൻ പറ്റുക? എന്റെ വാപ്പ ചെയ്തതും എന്റെ വാപ്പ അനുഷ്ഠിച്ചതും അനുസരിച്ചു ജീവിച്ചാൽ എനിക്കൊരു അബദ്ധവും പറ്റില്ലെന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ സഹോദരങ്ങളെ? ഒരു ന്യായമായ കാര്യം വാപ്പയെ തിരുത്തൂലേ? ആരെങ്കിലും തിരുത്തൂലേ ബുദ്ധിയുള്ള ആളുകൾ? നോക്കൂ നിങ്ങൾ, ഇതല്ലാതെ എന്തു ന്യായം? മഹാഭൂരിപക്ഷം തിന്മയെ പ്രതിനിധീകരിക്കുമ്പോൾ
ഒറ്റപ്പെട്ടവർ തെളിവുമായി ചെന്നാൽ അവർക്ക് പറയാനുള്ളത് ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങൾക്ക് ഞങ്ങളെ പിതാക്കന്മാർ ചെയ്തത് മതിയെന്നാണ്. ഖുർആന്റെ ചോദ്യം നോക്കൂ നിങ്ങൾ. അന്ധമായി അനുകരിച്ച് അവരെല്ലാവരും നന്മയുടെ ആളുകളാണ്, അവർ നരകത്തിൽ പോവുകയാണെങ്കിൽ ഞങ്ങളും പോയിക്കോളാം എന്ന് പറയുന്നവരോട് അവലൗകാന ആബാഉഹും ലാ യഅലമൂന ശൈഅ, അവരൊന്നും പഠിച്ചിട്ടില്ലെങ്കിലോ, അവരൊരായത്ത് പോലും അർത്ഥത്തോടുകൂടി മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ, അവർ സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലോ, അവർ നന്മയെയും തിന്മയെയും വിവേചിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ, വലാ യഹ്തദൂൻ, അവർ പോയത് നരകത്തിന്റെ വഴിയിലാണെങ്കിലോ നിങ്ങൾക്ക് ആ വഴി മതിയോ? ആ മാർഗം മതിയോ? സഹോദരങ്ങൾ, എത്ര ബുദ്ധിപരമായ ചോദ്യമാണ് ചോദിക്കുന്നത്. പക്ഷേ നാം ഗൗരവമായി എടുക്കേണ്ടത് 105-ാമത്തെ വചനം തന്നെയാണ്. അതിന്റെ 3-ാമത്തെ വചനം എന്താ അല്ലാഹു പറയണത്? ഓരോരുത്തരും അവനാന്റെ തടി നോക്കിക്കോളീന്നാണ്. സഹോദരങ്ങളെ, ഇതാണ് നാം ഗൗരവപൂർവ്വം നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട വാചകം. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, സ്വർഗമുണ്ടെന്ന് വിചാരിക്കുന്നവരെ, അടുത്ത ഭാവിയിൽ നേരിടാനുള്ള ഏറ്റവും വലിയ ദുരന്തം നരകമാണെന്ന് വിചാരിക്കുന്നവരെ, ഖബറിൽ അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, ഒരു സത്യമായ മതത്തെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നവരെ, ഒരു സമ്പൂർണ്ണ മാതൃക മതപരമായി റസൂലുള്ളാഹി ഇവിടെ കാണിച്ചു തന്നു എന്ന് വിശ്വസിക്കുന്നവരെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ തടി നോക്കിക്കോളിയും. അലൈക്കും അൻഫുസക്കും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കാര്യം ഉറപ്പിച്ചോളിയും. സഹോദരങ്ങളെ, നമുക്ക് സഹോദരങ്ങളുണ്ട്, വാപ്പയുണ്ട്, ഒരു കുടുംബത്തിലെ അംഗമാണ് നാം. പക്ഷെ ആ കുടുംബം മുഴുവൻ ഒരു തിന്മയെ അനുകൂലിച്ചാലും അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളിയും. അക്കൂടത്തിൽ നരകത്തിൽ നിങ്ങൾ പെട്ടുപോണ്ട. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ പരലോകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളിയും. സുഹൃത്തുക്കളെ, എത്ര കൃത്യമാണ്, എത്ര വലിയൊരു തിരിച്ചറിവാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ജോലി സ്ഥാപനങ്ങളിൽ, നമ്മുടെ ട്രേഡ് യൂണിയനുകളിൽ മിക്കവാറും ആളുകൾ അങ്ങനെ ചെയ്യുന്നവരാണ്. എന്റെ സ്ഥാനത്തിരിക്കുന്ന, എന്റെ ഡിപ്ലോമയുള്ള ഉദ്യോഗസ്ഥരിൽ ആരാണ് അങ്ങനെ ഇല്ലാത്തവര്? ഈ നാട്ടിൽ ആരാണ് നേർച്ചപ്പെട്ടി പൈസ ഇടാത്തവര്? ആരാണ് അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാത്തവര്? സഹോദരങ്ങളെ, ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളിയും. ബാക്കി കേട്ടോളൂ. ലാ യദുറുക്കും മൻ ദല്ല ഇദഹ്തദൈതും, ലാ യദുറുക്കും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരുത്തൂല. മൻ ദല്ല, ഒരുത്തം പഴച്ചുപോയി. ഇദഹ്തദൈതും, നിങ്ങൾ സന്മാർഗം സ്വീകരിച്ചാൽ, നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു മുഴുവനും ദുർമാർഗത്തെ സ്വീകരിച്ചു എന്ന് നിങ്ങളെ ഒരിക്കലും ബാധിക്കില്ല. സഹോദരങ്ങളെ, 1000 ആൾക്കിടയിൽ നാം മാത്രം നമസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരത്തിന്റെ കൂലി കുറയോ? ഓരൊക്കെ നിസ്കരിക്കാത്തതുകൊണ്ട്. അവരെല്ലാവരും ശിർക്ക് ചെയ്താൽ നമ്മുടെ തൗഹീദിന് എന്തെങ്കിലും തകരാറ് പറ്റുമോ? ഒന്നും പറ്റൂല. പക്ഷേ ആ ഭൂരിപക്ഷത്തെ ഭയന്ന് അതിൽ കാണുന്ന തിന്മയെ പ്രതിനിധീകരിക്കുന്ന മഹാഭൂരിപക്ഷത്തെ കണ്ട് അന്ധമായി വാപ്പാരുടെയും പൂർവികന്മാരുടെയും വഴി നോക്കി നടന്നാൽ സഹോദരങ്ങളെ, നമ്മൾ കഷ്ടപ്പെട്ടു പോകും. ഇലല്ലാഹി മർജിഉക്കും, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം അല്ലാഹുവിലേക്കാണ്. ജമീഅൻ, എല്ലാവരുടെയും. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച ഓരോ കാര്യവും നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു തരും. നാളെ പരലോകത്ത് സഹോദരങ്ങളെ, ആർക്കും എവിടെയും ഐനൽ മഫർ, ഓടി ഞാൻ എങ്ങോട്ടേക്ക് രക്ഷപ്പെടുമെന്ന് സ്വയം അന്വേഷിക്കുന്ന ഒരു സമയം എനിക്കും നിങ്ങൾക്കും വരാണ്. അന്ന് ഒപ്പം നടന്നിന്നോല അരുതാ, ഇവിടെ കയറിക്കോ, ഇവിടെ ഒളിച്ചോ, ഈ കയ്യമ്മണ് പിടിച്ചോ എന്ന് പറയില്ല. ഐനൽ മഫർ കല്ലാല വസർ, രക്ഷപ്പെട്ടു പോകാൻ ഒരു സ്ഥലമല്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, നിന്റെ റബ്ബിങ്കലേക്കാണ് നിനക്ക് അടങ്ങാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബ് എന്ത് പറഞ്ഞോ അതിനപ്പുറത്തേക്ക് നമുക്ക് നോട്ടമില്ല. അള്ളാഹു എന്ത് നിർദ്ദേശിച്ചു അതിനപ്പുറത്തേക്ക് നമുക്ക് നോട്ടമില്ല. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, ഓരോ മനുഷ്യനും പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ച് അവന് ചൊല്ലി പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിനം വരാനുണ്ട്. വുജൂഹും യൗമഇദിൻ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും, തന്റെ റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മയും തിന്മയും വേർതിരിയുമ്പോഴും നാളെ പരലോകത്തും തിന്മയോടൊപ്പം അനേകായിരങ്ങളെ കാണും. നന്മയോടൊപ്പം ഇവിടെ കുറച്ചാളുകളെ കാണുന്ന പോലെ വഖലീലും മിനൽ ആഖിരീൻ, കുറച്ചാൾക്കാരെ നാളെ സ്വർഗത്തിലേക്ക് പോകാനും അവസാന കാലക്കാരുന്നുണ്ടാവുള്ളൂ. വസുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ, ആദ്യകാലക്കാരെന്ന് കുറച്ചൊക്കെ ഉണ്ട്, പിൽക്കാലക്കാരെന്ന് ചെറിയൊരു സംഘമേ സ്വർഗത്തിലേക്കുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആയിരക്കണക്കിന് ആളുകളിൽ
നമ്മുടെ തൗഹീദിനോ നമ്മുടെ വിശ്വാസത്തിനോ നമ്മുടെ സദാചാര ബോധത്തിനോ യാതൊരു കേടും പറ്റാതെ കൊണ്ടു നടന്നോളിയും എന്നാണ് ഖുർആൻ പറയുന്നത്. അലൈക്കും അൻഫുസക്കും. ഈ ആയത്ത് ഓതിയിട്ട് മിമ്പറും വന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തിയതായിട്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ കാണാൻ പറ്റും. ഏത് 105-ാമത്തെ ആയത്ത്. ഞാൻ ഈ ആയത്തിന്റെ നമ്പർ ആവർത്തിച്ച് പറയണത് നമ്മളെടുത്ത് നോക്കി പഠിക്കാൻ സഹോദരങ്ങളെ. നമ്മൾ അങ്ങനത്തെ അപകടം പറ്റും, ആർക്കും പറ്റും. ഇന്ന് തൗഹീദ് ഉൾക്കൊണ്ടവൻ നാളെ ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും കുടുംബത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും സമ്മർദ്ദം കൊണ്ട് തെറ്റിപ്പോകും. ഏത് തിന്മയുടെ വക്താവാകാനും പ്രലോഭനങ്ങളും പ്രേരണകളും നമ്മെ പ്രേരിപ്പിച്ചേക്കാം. ശരിക്കും മനസ്സിലായിക്കോളിയും. നമ്മളതടി നമ്മൾ നോക്കണമെന്ന് സമൂഹത്തിൽ വിചാരിച്ചാലേ നടക്കുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്തിനെ നിങ്ങൾ ഈ ആയത്തിനെ നിങ്ങൾ വെക്കുന്നു, ഇന്നക്കും തലഊനഹ അലാ ഗൈരി മൗദിഹ. ഈ ആയത്തിന് നിങ്ങൾ തെറ്റായ അർത്ഥം പറയുന്നത്. എന്താ തെറ്റായ അർത്ഥം? ലാ യളുറുക്കും മന്ദല്ല ഇദഹ്തദൈതും. നിങ്ങൾ നന്നായാൽ വേറുള്ള ആളുകൾ തകരാറാകുന്നു എന്നുള്ള നിങ്ങൾക്കൊരു ദോഷവും വരുത്തൂല. മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഞാൻ നന്നായാ പോരേ എന്നീ ആയത്തിന് അർത്ഥമില്ല. സഹോദരങ്ങളെ, നമ്മൾ ഉൾക്കൊണ്ട നന്മയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ഭൂരിപക്ഷത്തെ നമ്മളോടൊപ്പം എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നന്മയുടെ പ്രചാരണത്തിലുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇന്നന്നാസ ഇദാ റഅഉൽ മുൻകറ. ജനങ്ങൾ തിന്മയെ കണ്ടാൽ വലം യുഗയ്യിറൂഹു, ആ തിന്മയെ അവർ വിരോധിക്കുന്നില്ലെങ്കിൽ യൂശഖു അൻ യഅമ്മഹുമുല്ലാഹുൽ ഇഖാബ്, അല്ലാഹു അവരിൽ ശിക്ഷ വ്യാപകമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മ അതിന്റെ ശക്തമായ രൂപത്തിൽ ഭൂരിപക്ഷം ആ തിന്മയെ പ്രതിനിധീകരിക്കുമ്പോൾ മഹാന്യൂനപക്ഷമാണ് സത്യത്തോടൊപ്പമുള്ളത്, തൗഹീദിനോടൊപ്പമുള്ളത്, സദാചാരങ്ങൾക്കൊപ്പമുള്ളത്, നന്മയോടൊപ്പമുള്ളത്. രാത്രിയും പകലും തുല്യമല്ലാത്തതുപോലെ സഹോദരങ്ങളെ, നിഴലും അതേപോലെ തന്നെ വെളിച്ചവും സമമല്ലാത്തതുപോലെ, ആണും പെണ്ണും സമമല്ലാത്തതുപോലെ നന്മയും തിന്മയും സമമാകുന്ന പ്രശ്നമില്ല. ഏതു വലിയവൻ തിന്മയുടെ പക്ഷത്ത് നിന്നാലും ഏത് ഭൂരിപക്ഷം തിന്മയുടെ പക്ഷത്ത് നിന്നാലും തെളിവുകളായി ഒന്നും പറയാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രമാണത്തിൽ പിടിച്ച് കാലുകൾ പതറാതെ വാക്കുകൾ പിഴക്കാതെ സഹോദരങ്ങളെ, മനോധൈര്യത്തോടുകൂടി ഞാൻ ഒറ്റക്കാണ് ഈ പിന്നെ ഏറ്റവും വലിയ മലവെള്ളപ്പാച്ചിലിൽ ഞാൻ ഒറ്റക്ക് പിടിച്ചു നിന്നേ പറ്റൂ എൻ്റെ പരലോകത്തിന് വേണ്ടി എന്നാലോചിച്ച് അലൈക്കും അൻഫുസക്കും, നാം ഓരോരുത്തരും നമ്മെ നന്മയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ സത്യവിശ്വാസിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. സഹോദരങ്ങളെ, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി. നമ്മളെപ്പോഴും ഗൗരവപൂർവം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു നബി വചനമാണിത്. അനേക തവണ നമ്മൾ കേട്ട് മറന്നുപോയ ഒരു പ്രവാചക വചനമാണിത്. സഹോദരങ്ങളെ, ഉത്തരവാദിത്തം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വേർതിരിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർക്കെല്ലാവർക്കും ജന്മം നൽകിയ ഒരു പിതാവുണ്ടല്ലോ, ഒരു മാതാവുണ്ടല്ലോ. ആ നരക സ്വർഗ വിഭജനത്തിൻ്റെ സന്ദർഭത്തിൽ ആ പിതാവിൻ്റെ ഒരു ഉത്തരവാദിത്തം, പിതാവിൻ്റെ ഒരു കടമ ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നതിൻ്റെ പിന്നിലുണ്ട്. ഒരു കുട്ടി എനിക്കു ജനിച്ചാൽ ആ കുട്ടിക്ക് എൻ്റെ സംസ്കാരം, എൻ്റെ മതം, എൻ്റെ ജീവിതം കാണാനേ ആദ്യ നാളുകളിൽ അവസരമുള്ളൂ. അതുകൊണ്ട് അവൻ്റെ ചിന്താഗതിയും അവൻ്റെ ജീവിത ലക്ഷ്യവും സ്വഭാവവും വിശ്വാസവും നിർണയിക്കുന്നതിൽ അബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി, വാപ്പയും ഉമ്മയുമാണ് ഒരുത്തനെ മുസ്ലിമാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും ജൂതനാക്കുന്നതുമെല്ലാം. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പങ്കുണ്ട്. നമ്മുടെ കുട്ടികളുടെ സംസാരത്തിൽ നമ്മുടെ സംസാരത്തിൻ്റെ ശൈലിയുണ്ട്. നമ്മുടെ കുട്ടികളുടെ സമീപനങ്ങളിൽ നമ്മുടെ സമീപനങ്ങളുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ, നല്ല ഭാവി ഒരുക്കാൻ നാം പരിശ്രമിക്കുന്നത് പോലെ തന്നെ അവിടെ സ്വർഗ നരകങ്ങളിൽ സ്വാധീനം ചെലുത്താൻ, മതപരമായ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നമ്മൾ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന്
പരീക്ഷ എഴുതി ഇന്നും ഇന്നലെയും പരീക്ഷ എഴുതി പൂർത്തിയാക്കി വന്ന കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ട്. ഒരു പക്ഷേ നാം ജുമാക്ക് വരുമ്പോൾ അവർ വീട്ടിലുണ്ടാവാം. നാം ഗൗരവപൂർവ്വം പരിശ്രമിക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഒരു കുട്ടിയുടെ ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റിയേക്കാം. നമ്മുടെ അറിവില്ലായ്മ, മതപരമായ നമ്മുടെ അജ്ഞത അവരിലേക്ക് ഒരിക്കലും പകർന്നു നൽകിക്കൂടാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വെക്കേഷൻ സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് നമ്മുടെ കുല്ലുക്കും റായിൻ, നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങൾ ഭരിക്കപ്പെടുന്നവരെ കുറിച്ച് ഒരു ചോദ്യം നിങ്ങളോടുണ്ടാകും. 2 കുട്ടികളുണ്ടോ, ആ 2 കുട്ടികളെ പറ്റി ഒരു ചോദ്യം പരലോകത്ത് എന്നോടും നിങ്ങളോടും ചോദിക്കാനുണ്ട് സഹോദരങ്ങളെ. ആ ചോദ്യം ഭക്ഷണം കൊടുത്തോ, ചെലവിന് കൊടുത്തോ, വീട് വെച്ച് കൊടുത്തോ, ജോലി വാങ്ങിക്കൊടുത്തോ എന്നാകുമോ? അതും ചോദിച്ചേക്കാം. പക്ഷെ ഏറ്റവും മർമ്മപ്രധാനമായ ആദ്യ വിചാരണ അവിടെ പരലോകത്തെ ശരിയായ അർത്ഥത്തിലാക്കാൻ നീ എന്ത് ചെയ്തു എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഒരു മറുപടി, ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു, ഒരു ശ്രമം നടത്തിയിരുന്നു, ഉപദേശിച്ചിരുന്നു എന്നൊക്കെ പറയാൻ എന്തെങ്കിലും നിമിത്തങ്ങൾ വേണ്ടേ സഹോദരങ്ങളെ? വെക്കേഷൻ ക്ലാസ്സുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ലേണിംഗ് സ്കൂളിൽ 6-ാം തീയതി ആരംഭിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടി. നിങ്ങൾ അന്വേഷിക്കണം, അവസരം ഉപയോഗപ്പെടുത്തണം. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന തലത്തിൽ വളരെ പ്രമുഖരായ പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ച് റെസിഡൻഷ്യലായിട്ട് ഒരു ക്യാമ്പ് നടക്കാൻ പോകുന്നു. ആദ്യം ബന്ധപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ അവസരം കിട്ടുള്ളൂ. ഒരു ക്ലാസ് റൂമിൽ ഇരുത്താവുന്ന കുട്ടികൾക്ക് അവസരമുള്ളൂ. സഹോദരങ്ങളെ, എല്ലാ തലങ്ങളിലും വ്യാപകമായ ബോധവൽക്കരണങ്ങൾ നടത്തുമ്പോൾ നമ്മളൊന്ന് കൈപിടിച്ച് കൊണ്ടയാക്കാത്തതിൻ്റെ പേരിൽ നമുക്കൊരു പ്രതികൂലാവസ്ഥ പരലോകത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. നമ്മുടെ നന്മക്ക് വേണ്ടി പറയാൻ, ക്ലാസ് നടത്തുന്നവരുടെ നന്മക്കോ സംഘടിപ്പിക്കുന്നവരുടെ നന്മക്കോ അല്ല, നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ കാര്യത്തെ ഉൾക്കൊള്ളേണ്ടത്. ഒരു ചോദ്യം എൻ്റെ മക്കളുടെ പേരിൽ ഞാൻ നേരിടേണ്ടി വരും എന്ന ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. നമുക്ക് അനുകൂലം പറയാൻ, നമുക്ക് വേണ്ടി എന്നും നന്മകൾ എത്തുന്ന ഒരു നല്ല സന്താനമായി മാറാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരം ഒരുക്കണം. പ്രയോജനപ്പെടുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സാലിഹായ സന്താനങ്ങളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം രക്ഷിതാവേ. അള്ളാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറു മുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ